വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു മലബാർ സ്നാക്കാണ്. പണ്ടൊക്കെ ചട്ടിയിലോ കലത്തിലോ ചകിരിക്കനൽ മുകളിലും താഴെയിലും വെച്ച് അതിൻ്റെ ചൂടിൽ വേവിച്ചെടുക്കുന്നതാണ്. പക്ഷേ നമ്മളിത് ഇന്ന് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് കൈമ റൈസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൈമ റൈസിന് പകരം നമുക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. എന്നാൽ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ്, നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റൈസ് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. ഇത് മിനിമം 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ ചോറാണ്. വൈറ്റ് റൈസോ ബോയിൽഡ് റൈസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ടോട്ടൽ വേണ്ടിയത്. എന്നാൽ 1 കപ്പ് ഇപ്പം ചേർത്താൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ട് അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1/2 കപ്പും കൂടെ ചേർത്ത് ടോട്ടൽ 1 കപ്പ് വെള്ളം ചേർത്ത് ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഈ ബാറ്റർ വളരെ ലൂസായിട്ടുള്ള ബാറ്ററാണ്. ബാറ്റർ കാണുമ്പോൾ ഇത്രയും ലൂസാണോ എന്ന് വിചാരിക്കേണ്ട. വളരെ ലൂസായിട്ടുള്ള ബാറ്ററിലാണ് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ആ ആരുകളോടൊക്കെ കൂടി നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടുക. ഇനി നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരം വേണ്ടിയവർക്ക് 300 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുക. 250 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. മെൽറ്റായി എടുത്ത് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ചൂടോട് തന്നെയാണ് നമ്മൾ മുന്നേ മാറ്റി വെച്ച ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരിക്കലും ചൂടാറിയിട്ട് ചേർത്ത് കൊടുക്കരുത്. ചൂടോടെ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇളക്കിയാൽ നല്ലതാണ്. ഇപ്പം ഞാൻ പാനി ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഇനിയുള്ള കുക്കിങ്ങൊക്കെ വളരെ വേഗം വേണം. നമ്മുടെ ഈ ബാറ്ററിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കിയുള്ള കുക്കിങ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീൽ കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 5.5 ലിറ്ററിൻ്റെ കുക്കറാണിത്. സ്റ്റീൽ കുക്കറിലും ഏറ്റവും നല്ലത് അലൂമിനിയം കുക്കർ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ അലൂമിനിയം കുക്കർ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് സ്റ്റീൽ കുക്കർ എടുത്തിരിക്കുന്നത്. സ്റ്റീൽ കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യുമായിട്ടും എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറിയ ഉള്ളി, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതായത് നമ്മൾ ബാറ്റർ ചേർക്കുന്നതിന് മുൻപേ കുക്കർ നല്ല ചൂടായിരിക്കണം. നല്ല ചൂട് കുക്കറിലോട്ട് വേണം നമുക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം നമുക്ക് ഹൈയിലോട്ട് മാറ്റാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1.5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം കുക്കർ വെക്കേണ്ടത്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചതിന് ശേഷം 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിരിക്കണം. അടയ്ക്കുമ്പോൾ നമുക്ക് വാഷർ വെക്കണം. എന്നാൽ മുകളിലുള്ള വെയിറ്റ് വെക്കരുത്. ആദ്യത്തെ 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചെറിയ കുമളകൾ വരും. അത് കഴിയുമ്പോൾ ആവി വരും. നമ്മൾ 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇത് സ്റ്റീൽ കുക്കർ ആയതുകൊണ്ടാണ് 10 മിനിറ്റ്. എന്നാൽ ഒരു അലൂമിനിയം കുക്കർ ആണെങ്കിൽ 12 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും. സ്റ്റീൽ കുക്കറിൽ നമ്മൾ ഒരുപാട് സമയം വെച്ചാൽ നമ്മുടെ കലത്തപ്പത്തിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാൻ 10 മിനിറ്റിന് ശേഷം കുക്കർ ചൂടില്ലാത്ത അടുപ്പിലേക്ക് മാറ്റി വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നതാണ്. തുറക്കുമ്പോൾ നമ്മൾ ആവിവെള്ളം വീഴാതെ സൂക്ഷിച്ച് വേണം തുറക്കാൻ. ഇപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം നമുക്ക് ഈ കുക്കറിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒരു കത്തി കൊണ്ട് ഒന്ന് വിട്ട് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കുക്കറിൽ നിന്ന് നമ്മുടെ കലത്തപ്പം എടുക്കാൻ പറ്റും. നമ്മുടെ കലത്തപ്പം വളരെ സോഫ്റ്റാണ്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ പഞ്ഞി പോലെ താഴോട്ട് കുഴിഞ്ഞു പോകും. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണിത്. ഇപ്പം ഞാൻ കലത്തപ്പം കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം.
നമ്മുടെ കലത്തപ്പം നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ആരുകൾ എന്നാണ് പറയുക. ആ ആരുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ കാണുന്നതിനെയാണ് ആരുകൾ എന്ന് പറയുക. ഇവിടെ നമ്മുടെ കലത്തപ്പം വളരെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്